കയറില്ലേന്ന് പറഞ്ഞിട്ട് അവർ സമ്മതിച്ചില്ല. അവർക്ക് കയറിയേ പറ്റും, ഞങ്ങൾക്ക് വിധി നടപ്പിലാക്കണമെന്ന് പറഞ്ഞാൽ അവർ ഇടിച്ച് കയറായിരുന്നു. പോലീസ് അത് ക്രൂരമായിട്ടാണ് പെരുമാറിയേക്കുന്നത്. വീടുകളിൽ കയറി വീട് പൊളിക്കുക, വീടിൻ്റെ ഡോറുകൾ പൊളിക്കുക, പെണ്ണുങ്ങളെ ജനലിൽ കൂടി കൈയിട്ട് പിടിച്ച് വലിക്കുക, വിരൽ പിടിച്ച് വളക്കുക, ഇതൊക്കെയാണ് ഇവിടെ നടന്നേക്കുന്ന സംഭവങ്ങൾ. വയസ്സായ കാരണന്മാരെ നെഞ്ചത്തിട്ട് ചവിട്ടുക, കൊച്ചുകുട്ടികളുടെ നഖം വരും പൊളിച്ചു വെച്ചിട്ട് ബൂട്ടിട്ട് ചവിട്ടി. ഇതെന്താ ചെയ്തത്? ഏതായാലും വളരെ മോശമായ രീതിയിലാണ്. ഇത്രയൊക്കെ നമുക്ക് പറയാനുള്ളൂ. എല്ലാവരും തള്ളി ഇങ്ങനെ വട്ടോട്ട് പിടിച്ച് പെണ്ണുങ്ങളെയൊക്കെ കൈക്ക് ഇവിടുത്തെ കൈയൊന്നും പൊങ്ങണില്ല. പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് തള്ളി ഇവിടെ വന്നപ്പോൾ ഈ വടി ഇങ്ങനെ എടുത്തപ്പോൾ വീശിയപ്പോൾ എൻ്റെ ഇവിടെ കൊണ്ടു. ഇന്നലെയൊക്കെ ഇവിടെ നീരായിരുന്നു. ഇത്രയും നാളും ഞങ്ങൾക്ക് 10-16 പ്രാവശ്യം വന്നെങ്കിലും ഇതുപോലെ ഒരു ഇത് ഞങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. സർക്കാരിന് അറിവ്, സർക്കാരിൻ്റെ അറിവോടും ചെയ്തതാണ്, രണ്ട് അറിയാണ്ട് ചെയ്തതല്ല. അതായത് CPM ഇവിടെ ഇരുന്നപ്പോൾ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ഈ 14 പ്രാവശ്യം വന്നിട്ട് ഞങ്ങൾക്ക് സ്ത്രീകൾക്കും കുട്ടികൾക്കും മറ്റുള്ളവർക്കും ഒന്നും ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. ഇന്നലെ വന്നു, രാവിലെ വന്നപ്പോൾ അവർ ശാന്തമായി. ഉച്ച കഴിഞ്ഞ് അവരുടെ മട്ട് മാറി, തള്ളിക്കയറി ഞങ്ങളെയൊക്കെ ഉപദ്രവിച്ച് ഹോസ്പിറ്റലായി. ഇപ്പോഴും പേടിച്ചാണ് അവർ കിടന്നുറങ്ങുന്നത്. ഇന്നലെയൊന്നും പെണ്ണുങ്ങൾ ഉറങ്ങിയിട്ടില്ല ഇവിടെ. കാരണം വേദന കൊണ്ട് വളയുന്ന പെൺകൊച്ചുങ്ങൾ ഈ വീട്ടിലുണ്ട്. അവരുടെ ബുദ്ധിമുട്ട് കാണാൻ ആരുമില്ല. അവരൊന്നും പറയാണ്ട് നേരെ വന്ന് ആക്രമിക്കായിരുന്നു. കുറേ പേരുടെ കാശില്ലായിരുന്നു. ഇവർക്ക് ഇങ്ങനെ ഇവരെപ്പോഴും വന്നു പോകുമ്പോൾ പഠിക്കാനുള്ളൊരിത് പോകും. നേരത്തെ ഞങ്ങൾക്ക് ഈ നേരത്തെയുള്ള ഗവൺമെൻറ് ഉള്ളപ്പോൾ ഒരു ആശ്വാസം ഉണ്ടായിരുന്നു. MLA അപ്പോൾ എന്ത് കാര്യത്തിനും മുന്നിലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊരു പോലീസുകാർ വന്നാലും നമ്മളെ ഒരു അറ്റാക്ക് ചെയ്യില്ല എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് ഇന്നലത്തോടുകൂടി ഞങ്ങൾക്കത് വീണ്ടും ഭയങ്കര ഒരു ഭരണം മാറിയപ്പോൾ ഒരു പേടിയുള്ള അവസ്ഥയിലാണ് പോകുന്നത്. അവർക്ക് ഞങ്ങളിവിടുന്ന് ഒഴിപ്പിച്ചിട്ട് അവർക്കൂടെ കയറും. ഞങ്ങളിവിടുന്ന് പോകില്ല. ഞങ്ങൾ ജനിച്ച വണ്ടിയിൽ നിന്ന് പോകില്ല. അതിപ്പോൾ പലരും പറഞ്ഞു നിങ്ങൾക്ക് വേറെ സ്ഥലം തന്നും വേറെ വീട് വെച്ച് തന്നാൽ പോകില്ലെന്ന് വെച്ചാൽ ഞങ്ങളും പോകില്ല. ഞങ്ങൾ ഈ ജനിച്ച വണ്ടിയിൽ നിന്ന് പോകില്ല. ഞങ്ങളെ കാരണന്മാരൊക്കെ അടക്കം ചെയ്യണേ മണ്ണിലാണ് അത് പറഞ്ഞത്. ഇനിയിപ്പോൾ ഇന്നലത്തെ പ്രശ്നം കൊണ്ട് ഞങ്ങൾക്ക് പാർട്ടിയാണ് അല്ല ഒരു കാരണം വെച്ചാൽ ഇറങ്ങി പോകില്ല. ഞങ്ങളിവിടെ തന്നെ കിടക്കും. നല്ല ധൈര്യം തന്നിട്ടുണ്ട്.